ഈ വീഡിയോ സീരീസിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ NA-Lab 2-ൻ്റെ കുറച്ച് സിസ്കോ പാക്കറ്റ് എക്സ്പെരിമെൻറ്റുകളാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ബേസിക് സിസ്കോ പാക്കറ്റ് ട്രേസർ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സിസ്കോ പാക്കറ്റ് ട്രേസർ നമുക്ക് ഡയറക്റ്റ് ഓൺ ചെയ്താൽ അത് ക്ലോസ് ആയി പോകും. അതിന് പകരം നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ വൈഫൈ ആണ് കണക്ട് ചെയ്ത് കിടക്കണമെങ്കിൽ വൈഫൈ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക, ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെങ്കിൽ ഒന്ന് ഊരിയിടുക. എപ്പോഴും നമുക്ക് ഊരിയിടുന്നത് പോസിബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഡിസേബിൾ ചെയ്യും. അതിന് വേണ്ടിയിട്ട് വിൻഡോസ് 6 അടിക്കും. അപ്പോൾ നമുക്കിവിടെ റൺ വരും. റണ്ണിനകത്ത് ncpa.cpl എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. നമ്മളിവിടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് കാണിക്കും, അത് ഡിസേബിൾ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും എനേബിൾ ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ റൗട്ടേഴ്സ്, സ്വിച്ചസ്, ഹബ്ബ്, വയർലെസ് ഡിവൈസ്, ഫയർവാൾ എല്ലാം വരുന്നത്. രണ്ടാമത്തെ സെക്ഷനിലാണ് നമ്മൾ എൻഡ് ഡിവൈസ് ഒക്കെ വരുന്നത്. ഇവിടെയാണ് നമുക്ക് വേണ്ട കേബിൾസ് വരുന്നത്. നമുക്ക് തൽക്കാലം ഒരു 2 സിസ്റ്റം ഒന്ന് ഡിപ്ലോയ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിതിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട സെറ്റിങ്സ് എന്ന് വെച്ചാൽ ഓപ്ഷനകത്ത് പ്രിഫറൻസസ് ഉണ്ട്. അത് ഈ ഓൾവേസ് ഷോ പോർട്ട് ലേബൽസ് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ PC-യുടെ അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ ഏത് പോർട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഷോ ചെയ്ത് കാണിക്കും. ഓക്കെ, പ്രിഫറൻസിനകത്ത് ഇനി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഷോ ഡിവൈസ് മോഡൽ ലേബൽ. ഇത് നമ്മൾ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസിൻ്റെ മോഡൽ ഇവിടെ മാറും. ഇനി ഡിവൈസ് ലേബൽ അൺടിക്ക് ചെയ്ത് ഏതൊക്കെ സിസ്റ്റം നമ്മൾ സിസ്റ്റം ഓരോന്നും അസൈൻ ചെയ്ത് കൊടുക്കുമല്ലോ, PC 0, 1 അങ്ങനെയുള്ളത് മാറും. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെയാണ് ഫോണ്ട് ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് 8 കിടക്കണം. അതൊരു 10 12 ഒക്കെ ആക്കാം, 12 ആക്കാം. ഇതാക്കി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ ഫോണ്ട് സൈസാണ് കൂടുന്നത്. ഇത്രയും സൈസ് മാറി. ഓക്കെ, അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന CLI, നമ്മളിപ്പോൾ കമാൻഡൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. CLIയുടെ ഫോണ്ട് സൈസ്, പിന്നെ ടൂൾ ടിപ്സിൻ്റെതും 12 ആയി കൊടുക്കുക. അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത് വരുന്നത് മിസ്സലേനിയസ്. ഇത് സിമുലേഷൻ മോഡ് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് ഓണാക്കി ഇട്ടാലും കുഴപ്പമില്ല. ഓട്ടോ ക്ലിയർ ഇവന്റ് ലിസ്റ്റ് എടുക്കുക. ഇത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ സിസ്റ്റം അല്ലെങ്കിൽ ഏതൊക്കെ ഡിവൈസസ് ഏതൊക്കെ കേബിൾ വഴി കണക്ട് ചെയ്യണമെന്നാണ് അറിയേണ്ടത്. നമുക്ക് കുറച്ച് സിസ്റ്റം എടുത്തു. നമുക്ക് ഒരു PC, ഒരു ലാപ്പ്, ഒരു സെർവർ, ഇനി ഒരു PC ഇരുന്നോട്ട്. ഇതെല്ലാം സെയിം ടൈപ്പ് ഓഫ് ഡിവൈസുകളാണ്. ഇപ്പോൾ PC ആണെങ്കിലും സെർവർ ആണെങ്കിലും സെയിം ടൈപ്പാണ്. സെർവറിന് കുറച്ച് ഫീച്ചേഴ്സ് വരും. ഈ സെയിം ടൈപ്പ് ഓഫ് ഡിവൈസ് എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്രോസ് ഓവർ കേബിൾ യൂസ് ചെയ്യുന്നത്. ക്രോസ് ഓവർ കേബിൾ ഇത് നമുക്ക് ലാപ്പിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, കണ്ടോ പച്ച ലൈറ്റ് ഒന്നും വേണ്ട, നമ്മൾ കണക്ഷൻ കറക്റ്റാണ്. പക്ഷെ നമ്മൾ സ്ട്രൈറ്റ് ത്രൂ കേബിളാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് പറ്റും, കണക്ഷൻ അവിടെ വന്നില്ല. നമ്മളെന്ത് ചെയ്യും, ഇവിടെയാണ് റിമൂവ് ചെയ്യുന്നത്. നമുക്ക് കേബിൾസോ എന്തെങ്കിലും ഡിവൈസോ റിമൂവ് ചെയ്യാനുള്ളത് ഇവിടെയാണ്. ഇതിവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, കേബിൾ റിമൂവ് ആയി. നമ്മളെന്ത് ചെയ്യും, ക്രോസ് ഓവർ കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഓക്കെ, ഇനി അതുപോലെയാണ് സ്വിച്ചസ്. നമ്മളിപ്പോൾ 2 സ്വിച്ച് എടുത്ത് വെച്ചു. സ്വിച്ചസ് സെയിം ടൈപ്പ് ഓഫ് ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും, ഇത് കുറച്ച് ടൈം എടുക്കും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവാൻ. എന്ത് ചെയ്യും, നമ്മൾ ക്രോസ് ഓവർ കേബിളാണ് യൂസ് ചെയ്യുന്നത്. ഇനി
ഒരു പി സിയും ഒരു സ്വിച്ചും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് കേബിൾ യൂസ് ചെയ്യും? ഇത് ഡിഫറെൻറ്റ് ഡിവൈസസ് ആണ്. ഡിഫറെൻറ്റ് ഡിവൈസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രൈറ്റ് ത്രൂ കേബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ഡിവൈസുകളെല്ലാം ക്രോസ് ഓവർ കണക്ട് ചെയ്യണം. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിവൈസ് എല്ലാം സ്ട്രൈറ്റ് ത്രൂവിൽ കണക്ട് ചെയ്യണം. നമുക്കിവിടെ ഒരു റൗട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് റൗട്ടർ വെച്ചത്, രണ്ട് റൗട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്രോസ് ഓവർ കേബിൾ യൂസ് ചെയ്യാം. സാധാരണ നമ്മൾ റൗട്ടർ കണക്ട് ചെയ്യുന്നത് സീരിയൽ കേബിൾ വെച്ചായിരിക്കും. ഇവിടെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി റൗട്ടറിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എതർനെറ്റ് പോർട്ട് ഡിഫാൾട്ടായിട്ട് ഓഫ് ആയിരിക്കും. നമ്മൾ കോൺഫിഗറേഷനിൽ പോയിട്ട് ഓൺ ആയി കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് അപ്പാവുള്ളൂ. ജസ്റ്റ് ഇപ്പം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കോൺഫിഗിൽ എതർനെറ്റ് 0 കൊടുക്കുക, ഓൺ ആയി കൊടുക്കുക. അതവിടെ റൗട്ടർ അപ്പായി. കാരണം ഇത് രണ്ടും സെയിം ടൈപ്പ് ഓഫ് ഡിവൈസ് ആണ്. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് ഓവർ യൂസ് ചെയ്തു. ഇനി റൗട്ടറിൽ നമുക്ക് സ്വിച്ചിലോട്ടൊരു കണക്ഷൻ വേണം. നമുക്ക് വീണ്ടും ഒരു സ്വിച്ച് എടുത്ത് വയ്ക്കാം. ഏതെങ്കിലും ഒരു സ്വിച്ച് എടുത്ത് വയ്ക്കുക. റൗട്ടർ റൗട്ടർ, ഒരു സ്വിച്ച് എങ്ങനെ കണക്ട് ചെയ്യും? ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിവൈസസ് ആണ്. അപ്പോൾ സ്ട്രൈറ്റ് ത്രൂ കേബിൾ യൂസ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ പോർട്ട് ഒന്ന് അപ്പാക്കി കൊടുക്കുക. കോൺഫിഗിൽ വരിക, എതർനെറ്റ് 0 കൊടുക്കുക, ഓൺ ആയി കൊടുക്കുക, അപ്പാകും. സ്വിച്ച് കുറച്ച് ടൈം കഴിയുമ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിക്കോളും. ഇനി നമുക്ക് ഈ സ്വിച്ചിൽ നമുക്കൊരു സിസ്റ്റം കണക്ട് ചെയ്യണം, പി സി കണക്ട് ചെയ്യണം. അപ്പം നമ്മൾ ഏത് കേബിൾ യൂസ് ചെയ്യും? ഇത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിവൈസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഏത് കണക്ട് ചെയ്യും? സ്ട്രൈറ്റ് ത്രൂ കണക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിലെല്ലാം ചെറിയൊരു വ്യത്യാസം വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റം ഡയറക്റ്റ് റൗട്ടറിൽ കണക്ട് ചെയ്യുന്ന കണ്ടീഷൻ മാത്രമാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഒരു പി സി എടുത്ത് വെച്ചു, ഒരു റൗട്ടർ വെച്ചു. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിവൈസസ് ആണ്. പക്ഷെ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ മാത്രം നമ്മൾ എന്ത് കണക്ട് ചെയ്യും? ക്രോസ് ഓവർ കണക്ട് ചെയ്യും. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. ഇത് പാക്കറ്റ് ട്രേസറിൽ മാത്രമേ ഇപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂ ഉള്ളൂ. ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന ഒന്നിലും ഇങ്ങനെ നിർബന്ധമില്ല. ക്രോസ് ഓവർ, സ്ട്രൈറ്റ് ത്രൂ അങ്ങനെ നിർബന്ധമില്ല. സ്ട്രൈറ്റ് ത്രൂ തന്നെ യൂസ് ചെയ്താൽ മതി. ഓൺ കൊടുക്കുക, ഇവിടെ കമ്മ്യൂണിക്കേറ്റ് വന്നു. ഈ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഈ കേബിളിന് പകരം നമ്മൾ സ്ട്രൈറ്റ് ത്രൂ ആണ് കൊടുത്തിരുന്നെങ്കിൽ അത് കണക്ഷൻ വരില്ല. കാണിച്ചു തരാം. അല്ല, ഇവിടെ റെഡ് കത്തി നിൽക്കുന്നു. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്. പറഞ്ഞതുപോലെ ഈ ഒരു കണ്ടീഷനിൽ വെച്ച് ബാക്കിയെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രൈറ്റ് ത്രൂവും സെയിം ടൈപ്പ് ഓഫ് ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടി ക്രോസ് ഓവറുമാണ് യൂസ് ചെയ്യുന്നത്.